ഉത്തരാഖണ്ഡിൽ മിന്നൽ പ്രളയമുണ്ടായ ഇടങ്ങളിലൊക്കെ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ധരാലിയിൽ കൂടുതൽ സംഘങ്ങളെ ഇറക്കി രക്ഷാപ്രവർത്തനം വിപുലമാക്കിക്കൊണ്ടിരിക്കുകയാണ് സേന. അതിനിടെ കുടുങ്ങിക്കിടന്ന മലയാളികളെ എയർലിഫ്റ്റ് ചെയ്തിരിക്കുന്നു. KC ഉണ്ണികൃഷ്ണൻ വിവരങ്ങൾ നൽകുന്നു. മലയാളികളെ എയർലിഫ്റ്റ് ചെയ്ത് എവിടേക്കാണ് മാറ്റിയത് KC ഉണ്ണികൃഷ്ണൻ? ഡെറാഡൂണിലേക്ക് എത്തിക്കാനാണ് ശ്രമം നടത്തിയത്. എന്തായാലും രാവിലെ ഇവരെ 28 പേരടങ്ങുന്ന സംഘത്തെ ഹെലികോപ്റ്റർ മാർഗം അവിടെ ഡെറാഡൂണിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് നടത്തിയത്. അവിടെ നിന്ന് വിമാനങ്ങളിൽ അവർക്ക് സ്വദേശത്തേക്ക് പോകാനുള്ള സൗകര്യം ഒരുക്കുന്ന ഒരു ശ്രമമാണ് നടക്കുന്നത്. എന്തായാലും രക്ഷാപ്രവർത്തനം നിലവിൽ അവിടെ തുടരുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം. കരസേന മേഖലയിൽ കൂടുതൽ ആളുകളെത്തി അവിടെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകും എന്നതാണ് അറിയാൻ കഴിയുന്നത്. നേരത്തെ രക്ഷാപ്രവർത്തനം ഊർജിതമാണ്, പക്ഷേ അവിടെ ഈ റോഡ് എല്ലാം തകർന്നു കിടക്കുന്നതുകൊണ്ട് അവിടേക്ക് സാധനങ്ങൾ എത്തിക്കാൻ, അതായത് രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ സാധനങ്ങൾ എത്തിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. അത് കാരണം രക്ഷാപ്രവർത്തനം ഒരു തടസ്സം നേരിട്ടിരുന്നു എന്ന രീതിയിൽ റിപ്പോർട്ടുകളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കരസേന ഊർജിതമായി തന്നെ രക്ഷാപ്രവർത്തനം നടത്തും എന്നതാണ് അറിയാൻ കഴിയുന്നത്. കൂടാതെ നായികളെയും അതോടൊപ്പം തന്നെ ഡ്രോൺ ഉപയോഗിച്ചാണ് നിലവിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. എന്തായാലും ഇന്ന് 28 മലയാളികളെയാണ് ഈ രീതിയിൽ 360 പേർ അടങ്ങുന്ന സംഘത്തെ ഹെലികോപ്റ്റർ മാർഗം അവിടെ നിന്ന് രക്ഷാപ്രവർത്തനം നടത്തി അവിടെ നിന്ന് മാറ്റിയിരുന്നു. അതിൽ 28 പേർ മലയാളികളാണ്. ഇതിൽ 22 പേർ മഹാരാഷ്ട്രയിൽ നിന്നുള്ള ആളുകളാണ്, 6 പേർ കേരളത്തിൽ നിന്നും. എല്ലാവരും മലയാളികൾ തന്നെയാണ്. 28 പേരും മലയാളികൾ തന്നെയാണ്. അതിൽ 22 പേർ മഹാരാഷ്ട്രയിൽ നിന്നാണ് ഉത്തരാഖണ്ഡിൽ എത്തിയത്. എന്തായാലും ഇവിടെ റോഡ് മാർഗം ഡെറാഡൂണിലേക്ക് എത്തിച്ച് അവിടെ നിന്ന് സ്വദേശത്തേക്ക് പോകാനുള്ള സൗകര്യം ഒരുക്കി കുറിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും നിലവിൽ ഉത്തരകാശി ജില്ലാ ഭരണകൂടത്തിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച്, അല്ലെങ്കിൽ ഉത്തരകാശി ജില്ലാ ഭരണകൂടം പറയുന്നത് 6 മരണമാണ് ഈ മിന്നൽ പ്രളയവുമായി ബന്ധപ്പെട്ട് സ്ഥിരീകരിച്ചിരിക്കുന്നത്. 60 പേരെ കാണാനില്ല എന്നാണ് പറയുന്നത്. പക്ഷേ അനൗദ്യോഗിക വിവരം അനുസരിച്ച് 100-ലധികം പേരെ കാണാനായിട്ടുണ്ടെന്നാണ് വിവരം. എന്നാൽ ഇതിലെല്ലാം തന്നെ ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. നിലവിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ റോഡ് തകർന്നു കിടക്കുന്നത് വലിയ രീതിയിൽ തന്നെ രക്ഷാപ്രവർത്തനത്തിന് തിരിച്ചടിയാവുന്നുണ്ട് എന്നതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും സ്നിഫർ ഡോഗും അതോടൊപ്പം തന്നെ ഡ്രോൺ ഉപയോഗിച്ചാണ് നിലവിൽ തെരച്ചിൽ നടത്തുന്നത്. കൂടുതൽ കരസേനാംഗങ്ങളെത്തി തെരച്ചിൽ കൂടുതൽ ശക്തമാക്കുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും 6 മരണവും അതോടൊപ്പം തന്നെ 60 പേരെ കാണാതായി എന്നതാണ് ഔദ്യോഗിക സ്ഥിരീകരണ പ്രകാരം നമുക്ക് പറയാൻ കഴിയുന്നത്. എന്തായാലും 100 പേരിലധികം ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട് എന്നതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. KC ഉണ്ണികൃഷ്ണൻ, എയർലിഫ്റ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ കേരള വിഷൻ ന്യൂസ് തത്സമയം അവിടെ നിന്ന് നമ്മൾ കൊണ്ടുവന്ന ഉത്തരാഖണ്ഡിലെ മലയാളി സമാജത്തിൻ്റെ ഭാരവാഹിയായിട്ടുള്ള ദിനേശിനെ ബന്ധപ്പെടാവുന്നതാണ്. എന്തായാലും ഇപ്പോൾ എയർലിഫ്റ്റ് സുരക്ഷിതമായിട്ട് പൂർത്തിയായിരിക്കുന്നു എന്നുള്ള വിവരമാണ് KC ഉണ്ണികൃഷ്ണൻ നൽകിയിരിക്കുന്നത്. മറ്റു വാർത്തകളിലേക്ക് പോവാം.